നമസ്കാരം. വലിയ തെറ്റുതിരുത്തലുകളൊക്കെ നടത്തി ഒരു വലിയ തിരിച്ചുവരവിന് ഒരുങ്ങുന്ന ഒരു വലിയ പാർട്ടി എന്ന് സ്വയം വിശ്വസിക്കുന്ന പ്രസ്ഥാനമാണ് CPM. എവിടെയൊക്കെയോ അവർക്ക് വേണ്ടി ഒരുങ്ങുന്ന ഒരുപാട് സീറ്റുകൾ ഷുവർ സീറ്റുകളായി മാറിയിരിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി അവർ എപ്പോഴും മുന്നോട്ട് വയ്ക്കാറുണ്ട്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും ഇപ്പോൾ ഈ 100 സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമ്പോഴുമൊക്കെ ആ അഹങ്കാരത്തിന് ഒരു കുറവും വന്നിട്ടില്ല CPMൻ്റെ പിണറായി വിജയനെ പോലുള്ള നേതാക്കൾക്ക്. പക്ഷെ അതിന് താഴെത്തട്ടിലുള്ള ഒന്നാം കിട രണ്ടാം കിട നേതാക്കൾക്കൊക്കെ കാര്യം മനസ്സിലായിട്ടുണ്ട്. അവർ ചിന്തിക്കുന്നുണ്ട്, വലിയ മാറ്റം തിരുത്തലുകൾ ഉണ്ടാക്കേണ്ടതുണ്ട് പാർട്ടിക്കും പാർട്ടിക്കാർക്കും എന്നുള്ളത് അവർ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എപ്പോഴും അവർ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ അവർക്ക് ജയിക്കാൻ പറ്റുന്ന ചില മണ്ഡലങ്ങളുണ്ട്. അത് ഏത് കാലാവസ്ഥയിലും വിജയിക്കാവുന്ന ഏകദേശം 38 മണ്ഡലങ്ങൾ CPMനുണ്ട് എന്നാണ് പറയുന്നത്. കോൺഗ്രസിനാണെങ്കിൽ 9 എണ്ണം, ലീഗിനാണെങ്കിൽ 4 എണ്ണം. കണക്കുകൾ ഇങ്ങനെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയെ തുടർന്ന് തെറ്റുതിരുത്തൽ നടപടി, ആ തെറ്റുതിരുത്തൽ നടപടി സ്വീകരിക്കുവാനുള്ള ഒരു നീക്കവുമായിട്ടാണ് CPM ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പോലും. കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം താഴെത്തട്ടിൽ ഇപ്പോൾ നടക്കുന്ന റിപ്പോർട്ടിങ്ങുകളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് അവർ വരുത്തി വെക്കുന്നതാണ്, നടത്തുന്നതാണ്. തെറ്റുതിരുത്തൽ നടപടി എന്നത് കേവലം റിപ്പോർട്ടിങ്ങിൽ മാത്രമാകാതെ നടപടിയിലേക്ക് പോയില്ല എങ്കിൽ വലിയ തിരിച്ചടിയായിരിക്കും CPMനും അതുവഴി ഇടതുപക്ഷത്തിനും ലഭിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം ഇവർ മറന്നു പോവുകയും ചെയ്തു. തെറ്റുതിരുത്തൽ നടപടിക്ക് കാലതാമസമുണ്ടായാൽ അതുടൻ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകളെയും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളെയും ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് വിജയിച്ചില്ലെങ്കിലും സിറ്റിംഗ് സീറ്റായിട്ടുള്ള ചേലക്കര നിലനിർത്തേണ്ടത് CPMന് അനിവാര്യമാണ്. ചേലക്കര കൈവിട്ടാൽ അത് തുടർന്ന് നടക്കുന്ന സകല തിരഞ്ഞെടുപ്പുകളെയും ബാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് CPM മനസ്സിലാക്കേണ്ടതാണ്. ഇടതുപക്ഷത്തിൻ്റെ കേരളത്തിലെ നിലനിൽപ്പ് തന്നെ CPMനെ കേന്ദ്രീകരിച്ചാണ്. CPMനല്ലാതെ സംസ്ഥാന വ്യാപകമായി ശക്തമായിട്ടുള്ള ഒരു അടിത്തറ, ജനകീയ അടിത്തറ ഇടതുപക്ഷത്തിന് മറ്റ് പാർട്ടികൾക്കില്ല എന്നുള്ളതാണ്. CPIയുടെ സ്വാധീനം പ്രധാനമായും കൊല്ലം, തൃശ്ശൂർ, ഇടുക്കി ജില്ലകളിലാണ് കാണുന്നത്. പിന്നെ ഒന്ന് ജോസ് കെ മാണി വിഭാഗം, അത് കേരള കോൺഗ്രസിന് കോട്ടയം ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലുമാണ് ചെറിയ സ്വാധീനമെന്നുള്ളത്. ഈ പാർട്ടികൾക്ക് ഒറ്റയ്ക്ക് നിന്നാൽ ഒരു മണ്ഡലത്തിലും വിജയിക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനത്തെ ബ്രാക്കറ്റ് പാർട്ടികളായി മാറുകയാണ് ഇവരെല്ലാം. കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി CPMമാണ്. ജനകീയ അടിത്തറയിലായാലും സംഘടനാപരമായിട്ടുള്ള കരുത്തിലായാലും CPMനോട് കിടപിടിക്കാവുന്ന ഒരു ശക്തി മറ്റൊരു പാർട്ടിക്കും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. മുന്നണികളല്ലാതെ ഒറ്റയ്ക്കാണ് ഓരോ പാർട്ടികളും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെങ്കിൽ ബഹുഭൂരിപക്ഷം സീറ്റുകളിലും വിജയിക്കുക CPM ആയിരിക്കും. ഏത് പ്രതികൂല കാലാവസ്ഥയിലും എന്തൊക്കെ തിരിച്ചടികൾ ഉണ്ടായാലും UDF സഖ്യമായി തന്നെ മത്സരിച്ചാലും ഒറ്റയ്ക്ക് വിജയിക്കാൻ കഴിയുന്ന ഏകദേശം 38 നിയമസഭാ മണ്ഡലങ്ങൾ ഇപ്പോഴും CPMനുണ്ട് എന്നുള്ളതാണ്. കോൺഗ്രസിന് ഈ കണക്കുകൾ പ്രകാരമാണ് ഒറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ കേവലം 9 നിയമസഭാ മണ്ഡലങ്ങൾ മാത്രമായിരിക്കും വിജയസാധ്യത ഉള്ളത്. കോട്ടയത്ത് 2, എറണാകുളത്ത് 5 എണ്ണം, കണ്ണൂരിൽ 2 എന്നിങ്ങനെയാണ് ആ കണക്ക്. മുസ്ലിം ലീഗിനാണെങ്കിൽ 4 സീറ്റുകൾ ആരുടെയും സഖ്യമില്ലാതെ വിജയിക്കാൻ കഴിയും. അത് അവരുടെ ഒരു പ്രത്യേകത കൂടിയാണ്. 16 നിയമസഭാ മണ്ഡലങ്ങളുള്ള മലപ്പുറം ജില്ലയിൽ വലിയ വിജയം ലീഗിന് നേടണമെങ്കിൽ കോൺഗ്രസിൻ്റെയും ഒപ്പം തന്നെ മതസംഘടനകളുടെയും സഹായം അവിടെ അനിവാര്യമാണ്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ വെച്ച് പരിശോധിച്ചാൽ ഇക്കാര്യം നമുക്ക് വ്യക്തമാവുകയും ചെയ്യും. കാരണം കൂടാതെ ഈ BJPക്ക് SNDP യോഗത്തിൻ്റെയും NSSൻ്റെയും ഒക്കെ പിന്തുണയില്ല എങ്കിൽ ഒറ്റ സീറ്റിൽ പോലും വിജയിക്കാൻ കഴിയുകയല്ലെന്നാണ്. ഇവരുടെ പിന്തുണയുണ്ടെങ്കിൽ 1-2 സീറ്റുകളിൽ BJPക്കും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ലോക്സഭാ മണ്ഡല പുനർനിർണയം UDFന് അനുകൂലമാണെങ്കിൽ നിയമസഭാ മണ്ഡല പുനർനിർണയം ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ളതാണ്. ഈ കണക്കുകളാണ് ഈ പ്രതിസന്ധിയിലും CPMൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇടതുപക്ഷത്ത് മുന്നണിയായിട്ടായാലും ഒറ്റയ്ക്കായാലും വൻ വിജയം നേടാൻ CPMനെ കരുത്തരാക്കുന്നതിൽ SFIയും DYFIയും CITയും വിവിധ കർഷക സംഘടനകൾ ഉൾപ്പെടെയുള്ള മറ്റ് വർഗ ബഹുജന സംഘടനകളും അവർ വഹിക്കുന്ന പങ്ക് എന്ന് പറയപ്പെടുന്നത് വളരെ വലുതാണ്. ഈ സംഘടനകളുടെ കരുത്തിൻ്റെ അടുത്തെത്താനുള്ള ശേഷി പോലും മറ്റെല്ലാ പ്രതിപക്ഷ സംഘടനകളും ചേർന്നാൽ പോലും ഉണ്ടാകുന്നില്ല എന്നുകൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. CPMലേക്ക് പ്രധാനമായിട്ടും കേഡർമാരെ സംഭാവന ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ യുവജന സംഘടനയായിട്ടുള്ള DYFI ആണ്. DYFIക്ക് കേഡർമാരെ സംഭാവന ചെയ്യുന്നത് ആരായിരിക്കും? SFI ആണ്. ഈ യാഥാർത്ഥ്യം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് അറിയാമായിരുന്നിട്ടും ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ഏർപ്പാട് ബിനോയ് വിശ്വം ചെയ്തുകൊണ്ടിരിക്കുന്നു. SFIക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുക. SFIയെ കടന്നാക്രമിക്കുക വഴി ഇടതുപക്ഷത്തെയാണ് ദുർബലമാക്കാൻ ബിനോയ് വിശ്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. CPIക്കും അതിൻ്റെ വിദ്യാർത്ഥി യുവജന വിഭാഗത്തിനുമൊക്കെ കരുത്താർജിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു രോഷം അത് SFIയോട് തീർത്തിട്ടൊരു കാര്യമില്ല എന്ന് മനസ്സിലാക്കേണ്ടത് ബിനോയ് വിശ്വമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനയായിട്ട് SFI നിലനിൽക്കുന്നതും ഒപ്പം തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന കോളേജ് യൂണിയനുകൾ ഭരിക്കുന്നതുമൊക്കെ SFI ഒറ്റയ്ക്കാണ്.
ഇടതുപക്ഷത്തെ ഒരു സംഘടനയെയും കൂട്ടുപിടിക്കാതെ അനവധി വർഷങ്ങളായി SFI എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം നടത്തുന്ന ഈ മുന്നേറ്റം CPIയെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് എങ്കിൽ അത് അസൂയ കൊണ്ട് മാത്രമാണ് എന്ന് പറയേണ്ടി വരും. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ തെറ്റായിട്ടുള്ള പ്രവണതകൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്നുള്ള കാര്യം അറിയാമല്ലോ. അത് വിദ്യാർത്ഥി രാഷ്ട്രീയം തുടങ്ങിയ കാലം മുതൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. പക്ഷെ അത്തരം ഒറ്റപ്പെട്ട പ്രവണതകൾക്കെതിരെ നിലപാട് സ്വീകരിച്ചും വിമർശനങ്ങൾ ഉൾക്കൊണ്ടും മുന്നോട്ട് കൊണ്ടുപോയത് കൊണ്ടാണ് SFI ഇന്നും 1-ാം നമ്പർ സ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഓർത്തുകൊള്ളേണ്ടതായിരുന്നു. പക്ഷേ ഇവിടെയൊന്നും തന്നെ CPIയുടെ വിദ്യാർത്ഥി സംഘടനയുടെ പൊടി പോലും കാണാത്തത് എന്തുകൊണ്ടാണ് എന്നതാണ് ആദ്യം ബിനോയ് വിശ്വം അടക്കം ചിന്തിക്കേണ്ടത് എന്നുള്ളതാണ്. പക്ഷേ ബിനോയ് വിശ്വം അത് ചിന്തിക്കും. കാരണം SFIയുടെ സ്ഥിതിയും ഇപ്പോൾ അത് തന്നെയാണ്. കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ഭരണം SFIക്ക് നഷ്ടമായത് ചരിത്രത്തിലെ ആദ്യ സംഭവമാണ് എന്ന രൂപത്തിലാണ് മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ CPIയുടെ വിദ്യാർത്ഥി സംഘടനയും ഉൾപ്പെടെ വലിയ ആഘോഷമാക്കിയത് എന്നാണ് SFI പറയുന്നത്. ഈ പ്രചരണവും തെറ്റാണ്. കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ഇടതുപക്ഷ സർക്കാർ ഭരണത്തിൽ ഇരിക്കെ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, പിന്നീട് തിരിച്ചു പിടിച്ചിട്ടുമുണ്ട്. ലീഗ് നേതൃത്വത്തിന് സ്വാധീനമുള്ള അറബിക് കോളേജുകളിൽ നിന്നുൾപ്പെടെ അവിടുന്ന് വരുന്ന വോട്ടർമാരായ കൗൺസിലർമാരുടെ പിന്തുണയിൽ കൂടിയാണ് ഇത്തരം വിജയം KSU MSF സഖ്യത്തിന് സാധ്യമായിരിക്കുന്നത് എന്ന് കൂടി പറയേണ്ടിയിരിക്കും. ഇവർ SFIയെ പോലെ ഒറ്റയ്ക്കാണ് മത്സരിച്ചിരുന്നത് എങ്കിൽ നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങി മടങ്ങേണ്ടി വരുമായിരുന്നു എന്നാണ് വളരെ വലിയ വാർത്താ മാധ്യമ പ്രവർത്തകർ പറയും. ഇതിൽ വിജയങ്ങളെ മറികടന്ന പിന്നീടുള്ള വർഷം ഒക്കെ അട്ടിമറി വിജയം നേടിയ ചരിത്രം കാലിക്കറ്റ് സർവകലാശാലയിൽ SFIക്ക് ഉണ്ടായിട്ടുള്ളതിനാൽ ഇനിയും ആ ചരിത്രം ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ SFIക്കാർ വീണ്ടും പറയുന്നുണ്ട്. SFIയുടെ സംഘടനാ ശക്തിക്കും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നവർ ഇപ്പോൾ കണ്ണൂർ സർവകലാശാല യൂണിയൻ തിരഞ്ഞെടുപ്പിലും തെളിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ ശരി തന്നെയാണ്. KSU MSF സഖ്യത്തിനെതിരെ ഒറ്റയ്ക്ക് മത്സരിച്ച് വൻ ഭൂരിപക്ഷത്തിനാണ് SFI വിജയിച്ചിരിക്കുന്നത്. അതൊക്കെ നമ്മൾ സമ്മതിക്കുന്നു. പക്ഷേ ഇനി നടക്കാൻ പോകുന്ന MG കേരള സർവകലാശാല യൂണിയൻ തിരഞ്ഞെടുപ്പിലും SFIക്കായിരിക്കും വിജയം എന്നുള്ള സാധ്യത ഉണ്ടാകാൻ പോകുന്നതെന്ന് SFI വല്ലാതെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. SFI എന്ന് പറയപ്പെടുന്ന ഒറ്റയ്ക്ക് പോരാടി നേടുന്ന ഈ വിജയത്തിന് പ്രത്യേകതകളും പ്രാധാന്യവും ഏറെയാണ് എന്ന് പറയുമ്പോഴും യാഥാർത്ഥ്യത്തിൽ ഈ പാതയിലാണ് CPM സഞ്ചരിക്കേണ്ടത് എന്നതാണ്. തെറ്റുതിരുത്തൽ പ്രക്രിയ നടപ്പാക്കുന്നതോടൊപ്പം തന്നെ സ്വന്തം ശക്തി തിരിച്ചറിഞ്ഞുള്ള നിലപാടുകളടക്കം ഉണ്ടാവേണ്ടതുണ്ട്. CPIക്കും കേരള കോൺഗ്രസിനും അവരുടെ ശക്തിക്കും മീതെയുള്ള പരിഗണനയാണ് ഇടതുമുന്നണിയിലും മന്ത്രിസഭയിലുമൊക്കെ CPM നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ പാർട്ടികൾക്ക് ഏതാനും ജില്ലകളിൽ മാത്രം ഭേദപ്പെട്ട ഒരു സ്വാധീനമുണ്ട് എന്നെങ്കിലും പറയാമെങ്കിൽ കൂടി മുന്നണിയിലുള്ള മറ്റു പാർട്ടികളുടെ അവസ്ഥ ഇതല്ല എന്ന് പറയട്ടെ. കാരണം NCP ആവട്ടെ, JDS ആവട്ടെ, കോൺഗ്രസ് എസ് ആവട്ടെ, ഇനി INL ആവട്ടെ, ജനാധിപത്യ കേരള കോൺഗ്രസ് ആവട്ടെ, ഈ പാർട്ടികൾക്ക് കേരള രാഷ്ട്രീയത്തിൽ ഒരു സ്വാധീനവും നിലവില്ല. ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഒരു പഞ്ചായത്തിൽ പോലും വിജയിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയല്ല ഈ ബ്രാക്കറ്റ് പാർട്ടികൾ. കേരള കോൺഗ്രസ് B നേതാവുള്ള KB ഗണേഷ് കുമാറിന് പത്തനാപുരത്ത് ഒരു സ്വാധീനമുണ്ട് എന്നത് മാത്രമാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത്. രാജ്യത്തെ ഞെട്ടിച്ച ലൈംഗിക പീഡന കേസിൽപ്പെട്ട നേതാവിൻ്റെ പാർട്ടിയായിട്ടുള്ള JDS, ആ പാർട്ടി ഇപ്പോഴും ഇടതുപക്ഷത്ത് തുടരുന്നതും ആ പാർട്ടിയുടെ പ്രതിനിധി മന്ത്രിസഭയിലുള്ളതുമൊക്കെ ഇടതുപക്ഷ മൂല്യങ്ങൾക്ക് തന്നെ എതിരാണ്. ദേശീയ തലത്തിൽ ഇപ്പോഴും BJPയുടെ സഖ്യകക്ഷിയാണ് ഈ JDS എന്നതും ഗൗരവമുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കേണ്ടത് CPM ആണ്. ഇക്കാര്യങ്ങളിലൊക്കെ എല്ലാം ശരിയായ നിലപാട് സ്വീകരിക്കുന്നതിൽ ഗുരുതരമായിട്ടുള്ള പിഴവ് CPM നേതൃത്വത്തിനും സർവാത്മന മുഖ്യമന്ത്രി പിണറായി വിജയനും പറ്റിയിട്ടുണ്ട്. അതിൻ്റെ കൂടി ആകെ തുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വലിയ തിരിച്ചടി എന്ന് പറയപ്പെടുന്നത്. ഇത്തരം ആളില്ല പാർട്ടികളെ ചുമന്ന് അവർക്ക് മന്ത്രിസ്ഥാനങ്ങളും നൽകി അവർ ചെയ്ത പാപത്തിൻ്റെയൊക്കെ പഴിയും കൂടി കേട്ട് ഭരിക്കുന്നതിലും നല്ലത് തെറ്റുകളൊക്കെ തിരുത്തി പൊതുസമൂഹത്തോട് അവർ തുറന്നു പറഞ്ഞ് ഒറ്റയ്ക്ക് മത്സരിച്ച് നഷ്ടപ്പെട്ട സ്വാധീനം തിരിച്ചു പിടിക്കുന്നത് തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ഇപ്പോൾ അകന്നു നിൽക്കുന്ന CPM അനുഭാവികൾ പോലും അടുത്തു വരുമെന്ന കാര്യം കൂടി നേതൃത്വം തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോഴും തിരിച്ചറിവുകൾക്കപ്പുറം മനസ്സിലാക്കേണ്ടതൊരു കാര്യം, ഇവിടെ കുന്നുകൂടാൻ പോകുന്ന BJPയുടെ വലിയൊരു വോട്ട് ഷെയറുണ്ട്. നിങ്ങൾ എത്രയൊക്കെ കാലം ഈ SFIയെയും DYFIയും ഒക്കെ ഇങ്ങനെ മറച്ചു പിടിച്ചാലും ഇതിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇവർ കാണിക്കുന്ന ഈ വൃത്തികേടുകളെ നമുക്ക് തുറന്നു കാണിച്ചേ പറ്റൂ. അത് SFI ആണെങ്കിലും DYFI ആണെങ്കിലും. 4 അക്ഷരം പറഞ്ഞു തരുന്ന ഗുരുവിൻ്റെ കരണം പൊട്ടുന്ന തരത്തിൽ തല്ലാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം മാറിയിട്ടുണ്ട് എങ്കിൽ ആ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനെ നിലയ്ക്ക് നിർത്തേണ്ടതാണ്. SFI എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം കാട്ടിക്കൂട്ടുന്ന ഇത്തരത്തിലുള്ള വിക്രിയകൾ CPMനെ ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതേസമയം തന്നെയാണ് ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയപ്പെടുന്ന DYFI നടത്തിക്കൂട്ടുന്ന ചാബല്യങ്ങളും ചെറുതല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ DYFI ആണെങ്കിലും SFI ആണെങ്കിലും CPMന് തലവേദനയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. നിങ്ങൾക്ക് വിജയിക്കുവാൻ കഴിയുന്ന സീറ്റുകളുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് 38ഓ 48ഓ എത്രയോ ആയിക്കൊള്ളട്ടെ. പക്ഷേ അത്തരത്തിൽ സീറ്റുകൾ ഉണ്ടെങ്കിൽ കൂടിയും നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമായിരുന്നു. തെറ്റ് തിരുത്തലുകൾ താഴെ തട്ടിൽ നിന്നും തുടങ്ങുന്നതിന് മുൻപ്
ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ആരാണോ ഇതിന് പരാജയപ്പെടാൻ കാരണഭൂതനായിട്ടുള്ളത്, ആ കാരണഭൂതനിൽ നിന്ന് തുടങ്ങണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഈ CPM-നും ഒപ്പം തന്നെ അവരുടെ യുവജന പ്രസ്ഥാനങ്ങളായിട്ടുള്ള DYFI-ക്കാട്ടെ, വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ട് SFI-ക്കാട്ടെ മേൽക്കോയ്മ നേടാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിങ്ങനെയല്ല ചെയ്യേണ്ടത്. തെറ്റ് ചെയ്യുന്നവനെ വഴിയിൽ ശിക്ഷിക്കുക തന്നെ വേണം. അത് DYFI-ക്കാരൻ നടത്തിയാലും SFI-ക്കാരൻ നടത്തിയാലും CPM-കാരൻ നടത്തിയാലും അതിനുള്ള ആർജവമാണ് ആദ്യം ഈ പാർട്ടിക്കുണ്ടാകേണ്ടത്.